ഒരു പക്ഷി അതിൻ്റെ ചിറകിലാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ കൊമ്പിലല്ല. കാറ്റ് വന്നാലും മഴ വന്നാലും ഒന്നും പക്ഷിക്കൊന്നും പറ്റില്ല. എല്ലാ ജീവികളെയും നശിപ്പിക്കാൻ ശക്തിയുള്ള കൊടുങ്കാറ്റാണെങ്കിൽ നിങ്ങളുടെ ഈ പക്ഷി എന്ത് ചെയ്യും? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എല്ലാ പക്ഷികളെയും നശിപ്പിക്കാൻ കഴിയുന്ന കൊടുങ്കാറ്റ്, നിങ്ങളുടെ പരിധിക്ക് അപ്പുറമുള്ള കാരണങ്ങൾ. ഓക്കെ, നിങ്ങളിവിടെ ഇത്രയും നേരം ഇരിക്കുന്നു. ഇപ്പോൾ മാർപ്പാപ്പ ആ ഭൂകമ്പം ഉണ്ടായ പള്ളിയിൽ പോയപ്പോൾ പുള്ളി ഹെൽമെറ്റ് വെച്ചു, ഇടിഞ്ഞു വീഴുന്നത്. അപ്പം ഹെൽമെറ്റ് വെച്ച് പോയിട്ടും വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാവുകയും ഹെൽമെറ്റ് സഹിതം പുള്ളി അകത്ത് പോവുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അത് പുള്ളി നിങ്ങൾക്ക് എപ്പോഴും ഒരു പരമാവധി കരുതൽ എടുക്കാൻ കഴിയും, പരമാവധി അധ്വാനം നടത്താൻ കഴിയും, പരമാവധി രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കരുതലും അധ്വാനവും പരമാവധി സ്വയം വിശ്വാസം, ആത്മവിശ്വാസം സാധ്യമാണ്. അതിനപ്പുറമുള്ള കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങുകയാണ്, നിങ്ങൾ പരമാവധി കരുതലെടുക്കുക, പരമാവധി മികവോടെ ഓടിക്കുക. ഇത്ര ഓടിച്ചാലും എത്ര പരമാവധി ആയാലും നിങ്ങളെ ചവിട്ടി തേച്ചുകൊണ്ട് ഒരു വലിയൊരു ട്രക്കിന് കടന്നു പോകാൻ കഴിയും. നിങ്ങളുടെ പരമാവധി എല്ലാം അതിൻ്റെ ഡീസൽ ടാങ്കിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് വിതിൻ കൺട്രോളായിട്ടുള്ള നമ്മുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് നിർണയ അവകാശമുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായാലും എന്ത് ചെയ്യും? പക്ഷി കൊമ്പിലിരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇറ്റ്സ് ബിയോണ്ട് യുവർ കൺട്രോൾ. സച്ച് തിങ്സ് യു ഡോണ്ട് വറി അബൌട്ട്. അതാണ് അതിന് ഉത്തരം. ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്, നമ്മുടെ കളത്തിൽ പന്ത് നിങ്ങളുടെ കോർട്ട് വരുമ്പോൾ അടിക്കുക. അന്യൻ്റെ കോർട്ടിൽ പന്ത് കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വായുവിൽ വേറെ രണ്ടുപേര് തമ്മിൽ കളിക്കുന്നു, നിങ്ങളിവിടെ നിന്ന് അടിച്ചാലും പന്തിൽ കൊള്ളില്ല, അല്ലേ? റഷ്യയിൽ ടെന്നീസ് കളി നടക്കുന്നു, നിങ്ങൾ എടുത്ത് അടിച്ചാലും ആവില്ല. നിങ്ങളുടെ കോർട്ടിൽ വരുന്ന പന്തുകൾ കൃത്യമായി അടിച്ചകറ്റുക. അപ്പോൾ കിളിയുടെ കാര്യം ഓക്കെ ആയല്ലോ.